റസിദ 10 വർഷം ഭരിച്ച സർക്കാരാണ്. സാധാരണയിലധികം വികസനം നാട്ടിൽ കൊണ്ടുവന്നു എന്നൊരു ആത്മവിശ്വാസം ഇടത് സർക്കാരിനുണ്ടെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചലഞ്ച് അത് ഡയറക്റ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. രണ്ട്, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇഴകീറി പരിശോധന ഉണ്ടായാൽ പാളുമോ? സുഹേൽ, ഞാൻ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട്, ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരും. പക്ഷേ അതിലപ്പുറം ഏറ്റവും പ്രധാനം 10 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ്. അപ്പോൾ ആ സർക്കാർ വീണ്ടും ഒരു ജനവിധി തേടുമ്പോൾ അവർ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നത് തന്നെയാകണം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഇപ്പോൾ സർക്കാരിന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് സുഹേലും പറഞ്ഞു. ഏറ്റവും പ്രധാനം എന്തൊക്കെയാണ്? സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പാഠപുസ്തകം വിതരണം ചെയ്ത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയ, ആരോഗ്യമേഖലയെ ഹെൽത്തിയാക്കിയ, റോഡുകൾ നന്നാക്കിയ. ഇതൊക്കെ താരതമ്യപ്പെടുത്തുമ്പോഴുള്ള വികസനമാണ്. അത് 2010 ഉമ്മൻചാണ്ടി സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണയിലധികം അല്ലെങ്കിൽ അമാനുഷികം, ഞാൻ തൽക്കാലം കുറഞ്ഞ അങ്ങനെ ഒരു വികസനം കേരളത്തിൽ നടന്നു എന്നുള്ളതാണ്. കാരണം ആ വർഷത്തിൽ ഇങ്ങോട്ട് എത്തുമ്പോൾ നമ്മുടെ പൊതുബോധവും നമ്മുടെ പൊതുസമൂഹമൊക്കെ ഒരുപാട് പ്രോഗ്രസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കോവിഡ് കണ്ട നാടാണ്. ഈ പറഞ്ഞ പോലെ പുസ്തകം അതൊരു വലിയ വികസനം തന്നെയാണ്. നമ്മൾ താരതമ്യപ്പെടുത്തുന്ന അപ്പുറത്തേക്ക് പുസ്തകമുണ്ടോ, മെഡിക്കൽ കോളേജ് ഉണ്ടായോ എന്നതിനപ്പുറത്തേക്ക് ഫ്ലാഗ്ഷിപ്പായി ഈ സർക്കാരിന് മാത്രം എടുത്തുയർത്താനാകുന്ന വികസനം എന്തൊക്കെയായിരിക്കും മുന്നോട്ട്? സുഹേൽ, നമ്മൾ ഈ വികസനം എന്ന് പറയുമ്പോൾ അതിനെ കാണുന്ന കാഴ്ചപ്പാടിന്റെ പ്രശ്നം കൂടിയാണിത്. ഇപ്പോൾ ശരിയാണ്, ഗ്രാജുവലി ഉണ്ടായ മാറ്റങ്ങൾ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വികസനത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ മനുഷ്യനിലേക്കും ഇത് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്. നോക്കൂ, ഈ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെ വിദേശ പഠനത്തിന് അയക്കുന്ന സർക്കാരാണിത്. അപ്പോൾ അത്തരം ഒരുപാട് മേഖലകളിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ വാർത്തയായി കൊടുത്തൊരു പാലത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ. 12,000 മനുഷ്യർ ജീവിക്കുന്ന ഒരിടത്തേക്ക് 100 കോടി രൂപ മുടക്കി പാലം നിർമ്മിച്ചപ്പോൾ അങ്ങനെ ഒരു 10 വർഷമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ 10 വർഷത്തെക്കുറിച്ച് സംസാരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, LDFും ഈ സർക്കാരും വളരെ ആത്മവിശ്വാസത്തിലാണ്. അവർ 10 വർഷം ചെയ്ത കാര്യങ്ങളിൽ അതിലൊരു തർക്കവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റായി ഞാനും കാണുന്നത്, അവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത് അഴിമതി ഇല്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളത് തന്നെയാണ്. അതാ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ രമേശ് ചെന്നിത്തല എന്ന നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അഴിമതി ആരോപണം സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അത് ഏറ്റെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിട്ട് പോലും. അപ്പോൾ ഈ സ്പ്രിംഗ്ലറും ഒക്കെയായി ബന്ധപ്പെട്ട് മുൻപ് ഉയർത്തിക്കൊണ്ടുവന്ന വിവാദത്തിൽ കോടതിയിൽ നിന്ന് വരെ വലിയ തിരിച്ചടി കിട്ടിയത് അവരുടെ മുന്നിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ടായിരിക്കണമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ആരോപണം പോലും ഉയരാത്തത്. അപ്പോൾ ഈ നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ് പ്രശ്നം. റോഡും പാലവും മാത്രമല്ല വികസനം, ഓരോ മനുഷ്യനിലേക്കും സർക്കാർ സംവിധാനം എങ്ങനെ എത്തി എന്നതിന്റെ വിലയിരുത്തലാകണം. അതിൽ ഈ സർക്കാർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് 10 വർഷങ്ങളിലെ അനുഭവം. അത് താരതമ്യപ്പെടുത്തിയാലും ശരി, അവരായി തുടങ്ങിയാലും ശരി. മറ്റു വലിയ എനിക്ക് ആഡ് ചെയ്യാനുള്ളൂ. അസിത പറഞ്ഞതുപോലെ എനിക്ക് അതിനകത്ത് ഒരൊറ്റ കാര്യത്തിലൊരു വിയോജിപ്പല്ല, എനിക്ക് വേറെ ഒരു കാഴ്ചപ്പാടുള്ളത്. അതായത് ഇപ്പോൾ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കേട്ടതാണ്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് വേറൊരു അഭിപ്രായമാണുള്ളത്. അതായത് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി നേതാവോ പരസ്യമായി ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾ മാത്രമല്ല, അത് പൊതുജനത്തിന്റെ സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരിക്കും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സിസ്റ്റം എന്ന നിലയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ അഴിമതികൾ പോലും ആരോപണമല്ല, അതുകൂടി ചേർന്നാണ്. അല്ലാതെ ഈ പറഞ്ഞ പ്രത്യക്ഷത്തിലുള്ള ഒരു വലിയ ആരോപണം അതാണ് അഴിമതി എന്ന് മാത്രം കണക്കാക്കാൻ പറ്റില്ല. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് കേരളം കാത്തുസൂക്ഷിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ ആണെങ്കിൽ അത് 65 ലക്ഷം പേർക്കുണ്ട്. 30 തൊട്ട് 60 വയസ്സുള്ള സ്ത്രീകൾക്ക് അവർക്കൊരു 1000 രൂപയുടെ പെൻഷൻ കിട്ടുന്നു, വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നു. അങ്ങനെ മൊത്തം വോട്ടർമാർ 2.5 കോടിയിൽ ഏതാണ്ട് 1 കോടി പേർ ഡയറക്റ്റ് ആയിട്ട് സർക്കാരിന്റെ സാമൂഹ്യക്ഷേമം കൈപ്പറ്റുന്നവരാണ്. അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് കഴിഞ്ഞ സർക്കാരുകൾ, ഉമ്മൻചാണ്ടി സർക്കാരിലടക്കം കൊടുത്ത കാര്യങ്ങൾ, അതിന്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ആ കാലത്ത് വികസനമേ ഉണ്ടായിട്ടില്ല, വികസനം മുരടിപ്പായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ലോജിക് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും അതിൽ ബിഡിക്ക് പ്രതികരണം? സുഹേൽ, ഇതിൽ ആദ്യം തന്നെ നേരത്തെ SKN പറഞ്ഞതുപോലെ നേമത്തെ സംവാദം നടക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സംവാദവും നടക്കാനുള്ള സാധ്യത കുറവാണ്. മുഖ്യമന്ത്രി സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, പിന്നാലെ പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ സ്ഥലവും സമയവും തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ പഴയ ലോട്ടറി കാലത്തെ ആ സംവാദമായിരുന്നു. അന്ന് ഇതേപോലെ ധനമന്ത്രിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് അന്ന് MLA ആയിരുന്ന VD സതീശൻ ഈ സംവാദത്തിന് തയ്യാറായത്. അന്ന് തോമസ് ഐസക് പറഞ്ഞത്, ഞാൻ സംവാദത്തിന് ക്ഷണിച്ചത് ഉമ്മൻചാണ്ടിയാണ്, അപ്പോൾ ഉമ്മൻചാണ്ടിയല്ല VD സതീശനാണ് വരുന്നതെന്ന് അറിയിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗോപകുമാറിനെ അയക്കാം എന്നായിരുന്നു അന്ന് ധനമന്ത്രി ആദ്യം പറഞ്ഞത്. പിന്നീട് ധനമന്ത്രി ആ സംവാദത്തിന് തയ്യാറായി. ഏതായാലും ഇത്തരം സംവാദങ്ങൾ അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ മാതൃകകളിലൊന്നായിരിക്കും അത്തരം സംവാദം. കാരണം ഏതെങ്കിലും ഒരു
വലിയ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഇങ്ങനെ 3 മുന്നണികളുടെയും നേതാക്കൾ അവരവർ നടപ്പാക്കാൻ പോകുന്ന, അവർ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എന്താണ്, അവരുടെ രാഷ്ട്രീയ നയം എന്താണ് എന്നൊക്കെയുള്ള ഒരു വലിയ സംവാദം നടക്കുകയാണ്. 3 മുന്നണികളുടെയും നേതാക്കളെ വെച്ചുകൊണ്ടുള്ള ഒരു സംവാദം നടക്കുന്നു. അതെല്ലാവരും തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാലത്തെ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വോട്ടർമാർക്ക് അവരെ വിലയിരുത്താൻ, ഈ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നടക്കുന്നത് പോലെ അങ്ങനെ വോട്ടർമാർക്ക് ഈ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന നയം എന്താണ്, അവരുടെ പരിപാടികൾ എന്താണ്, അവർ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാവുകയും അവർക്കത് വിലയിരുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു കാലത്തേക്ക് ഏതായാലും നമ്മുടെ ഈ കേരളം അതിനൊരു മാതൃക, രാജ്യത്ത് അങ്ങനെ മാതൃകയില്ല. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് LK അഡ്വാനി, BJP നേതാവ് LK അഡ്വാനി മൻമോഹൻ സിംഗിനെ, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ ഇത്തരമൊരു സംവാദത്തിന്, അമേരിക്കയിലേതുപോലുള്ള ഒരു സംവാദത്തിന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയും ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രി എന്ന് മൻമോഹൻ സിംഗിനെ അന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി സംസാരിക്കില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അന്ന് LK അഡ്വാനിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ക്ഷണമുണ്ടായി. കോൺഗ്രസും പ്രധാനമന്ത്രിയും ഒക്കെ അന്ന് അത് തള്ളിക്കളയുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. 2024 സംവാദത്തിന് ക്ഷണിച്ചത് രാഹുൽ ഗാന്ധിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. അത്തരമൊരു പരസ്യ സംവാദത്തിന് നേതാക്കൾ തയ്യാറാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കാലത്തേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ചരിത്രമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.